ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ പലഹാരമായ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ നെയ്യപ്പം നല്ല ടേസ്റ്റിയും അകമൊക്കെ നല്ല സോഫ്റ്റും പുറമൊക്കെ കുറച്ച് ക്രിസ്പിയുമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എനിക്ക് നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത്, വീഡിയോ കാണുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് കാണുക. കണ്ടു കഴിഞ്ഞിട്ട് അതിൽ പറയുന്നത് പോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ റെസിപ്പിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അല്ലാതെ കുറച്ചൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ശരിയാകില്ല. കഴിഞ്ഞ ദിവസം എനിക്കൊരു സബ്സ്ക്രൈബർ വൈനെടുത്ത് ചൂടോടെ ഭരണിയിൽ ഒഴിച്ചു വെച്ച് അതിൻ്റെ ശരിയായില്ലെന്ന് പറഞ്ഞ് എന്നോട് കംപ്ലൈൻ്റൊക്കെ പറഞ്ഞ്. അപ്പോൾ വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് കണ്ടിട്ട് ചെയ്താൽ മാത്രമേ എല്ലാം ശരിയാവുള്ളൂ. ഞാൻ ചെയ്യുന്നതെന്ന് എൻ്റെ വീട്ടിൽ ചെയ്യുന്ന എല്ലാ റെസിപ്പികളാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയ റെസിപ്പീസൊക്കെയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങളതുപോലെ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ നെയ്യപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് പച്ചരിയാണ്. പച്ചരി 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ഒരു അരിപ്പപാത്രത്തിലിട്ട് വെള്ളം കളഞ്ഞ് വെച്ചതാണിത്. നമ്മളിത് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടാണ് നെയ്യപ്പം ഉണ്ടാക്കുന്നത്. ഈ അരിയിലെ വെള്ളമെല്ലാം പോയി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് സമയം മാറ്റി വെക്കാം. അരിയിലെ വെള്ളം പെട്ടെന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് അരി ഒരു പേപ്പറിലോ തുണിയിലോ കുറച്ച് സമയം നിരത്തിയിട്ട് കൊടുത്താൽ മതി. നെയ്യപ്പം ഉണ്ടാക്കാൻ ആവശ്യമായ ശർക്കരയാണിത്. ഞാൻ ഇതുപോലുള്ള ഒരു വലിയ കട്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 350-400 ഗ്രാം കാണും. ഇതാദ്യം നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് ശർക്കര എടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ നല്ല കളറുള്ള ശർക്കര എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നെയ്യപ്പത്തിന് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രൗൺ കളർ കിട്ടുകയുള്ളൂ. ഇനി ശർക്കരയിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു 1.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി പാൻ സ്റ്റൗവിൽ വെച്ച് ശർക്കര ഒന്ന് നന്നായിട്ട് ഉരുക്കിയെടുക്കണം. ഇപ്പോൾ ശർക്കര സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഒട്ടും കട്ടയില്ലാതെ ഉരുക്കിയെടുക്കണം. ശർക്കര ഒട്ടും കട്ടയില്ലാതെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ അരിയിലെ വെള്ളമെല്ലാം പോയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയിൽ ഒരു വലിയ ജാറിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. അരി പൊടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പൊടി കൂടുതൽ നൈസായി പോകരുത്. ചെറിയ ചെറിയ തരിയോടുകൂടെ വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഞാനിവിടെ അരി 2 ബാച്ചായിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി അരിയൊന്ന് നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. ആദ്യത്തെ ബാച്ച് അരി ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ കൈകൊണ്ട് പിടിച്ച് നോക്കുമ്പോൾ ചെറിയ ചെറിയ തരിയോടുകൂടെ വേണം പൊടിച്ചെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ നെയ്യപ്പം കറക്റ്റ് പാകത്തിന് കിട്ടുകയുള്ളൂ. ഇനി ഇത് നമുക്കൊരു വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള അരിയും നമുക്ക് ഇതുപോലെ തന്നെ പൊടിച്ചെടുത്തിട്ട് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അരിയെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദക്ക് പകരമായിട്ട് നമുക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ നെയ്യപ്പം കുറച്ച് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം. നെയ്യപ്പത്തിന് നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം. നെയ്യ് ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറുത്ത എള്ള് വേണമെങ്കിൽ നമുക്ക് നെയ്യിൽ വറുത്തിട്ട് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ പക്ഷേ ഇപ്പോൾ നെയ്യിലൊന്നും വറുക്കാതെ നേരെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. നമ്മൾ പുട്ടിനൊക്കെ പൊടി നനക്കുന്ന പോലെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ നെയ്യെല്ലാം നന്നായിട്ട് പൊടിയിൽ പിടിക്കുന്നവരൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി പൊടിയിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം. ശർക്കര ഒരു അരിപ്പയിലൂടെ അരിച്ചൊഴിക്കാൻ ശ്രദ്ധിക്കണം. ശർക്കരയിൽ ചിലപ്പോൾ ചെറിയ കല്ലും മണ്ണും എല്ലാം കാണും. ആദ്യം കുറച്ച് ശർക്കര ഉരുക്കിയത് ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നീട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. നെയ്യപ്പത്തിൻ്റെ മാവ് കൂടുതൽ വെള്ളം പോലെ ആയി പോകാൻ പാടില്ല. നെയ്യപ്പത്തിൻ്റെ മാവ് കലക്കി എടുക്കുമ്പോഴത്തേക്കും കൂടുതൽ കട്ടിയായി പോകാനും പാടില്ല, കൂടുതൽ ലൂസായി പോകാനും പാടില്ല. അതിനിടയിലുള്ള ഒരു പാകത്തിൽ വേണം കലക്കി എടുക്കാനായിട്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര നീരും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം.
ഇനി ഇതൊട്ടും കട്ടയില്ലാതെ ഒന്ന് നന്നായിട്ട് കലക്കിയെടുക്കണം. വേണമെങ്കിൽ നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ മാവ് ഈ കാണുന്ന പോലെ നല്ല പാകത്തിന് കലക്കി എടുത്തിട്ടുണ്ട്. കൂടുതൽ കട്ടിയുമല്ല, എന്നാൽ കൂടുതൽ ലൂസുമല്ലാത്തൊരു പാകത്തിലാണ് ഞാൻ കലക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് മൂടി പൊങ്ങാനായിട്ട് ഒരു 8 മണിക്കൂർ മാറ്റി വെക്കണം. മാവ് 8 മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ തിക്കായിട്ട് വരും. ഇനി നമുക്ക് പാത്രം മൂടി ഒരു 8 മണിക്കൂർ മാറ്റി വെക്കണം. ഇപ്പോൾ 8 മണിക്കൂർ ഇല്ലെങ്കിൽ ഒരു 6 മണിക്കൂറെങ്കിലും നിങ്ങൾ മാറ്റി വെക്കണം. എന്നാൽ മാത്രമേ നെയ്യപ്പം വറുത്തെടുക്കുമ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി വരികയുള്ളൂ. മാവ് കലക്കി വെച്ചിട്ട് ഇപ്പോൾ 8 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂൺ കൊണ്ട് ഇളക്കി നോക്കണം. മാവിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പം നല്ല പാകത്തിലാണ്. കൂടുതൽ തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ശർക്കരപ്പാനിയും കൂടി നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ മാവ് കൂടുതൽ ലൂസാണെന്ന് തോന്നിയാൽ കുറച്ച് മൈദ ചേർത്ത് മിക്സ് ചെയ്താലും മതി. ഇതിപ്പോൾ നല്ല കറക്റ്റ് പാകമാണ്. ഞാനിതിലേക്ക് കുറച്ച് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി വറുത്ത് ചേർക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. തേങ്ങാക്കൊത്ത് ഇതുപോലെ നെയ്യിൽ വറുത്ത് ചേർക്കുമ്പോഴത്തേക്ക് നെയ്യപ്പത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് കപ്പലണ്ടി വറുത്ത് ചേർത്താലും നല്ലതാണ്. ഇപ്പോൾ തേങ്ങാക്കൊത്ത് ചെറിയ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി വറുത്തെടുത്ത തേങ്ങാക്കൊത്ത് ആ നെയ്യോടുകൂടി തന്നെ നെയ്യപ്പത്തിൻ്റെ മാവിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നെയ്യപ്പത്തിൻ്റെ മാവെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്. ഇതുപോലെ ചുവട് കട്ടിയുള്ള കുഴിവുള്ള ചീനച്ചട്ടിയാണ് ഇപ്പോൾ എപ്പോഴും നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് നല്ലത്. നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാൻ ഒന്നും ഉപയോഗിക്കാത്തതാണ് നല്ലത്. ഇതുപോലെ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് നെയ്യപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു ചെറിയ തവി മാവ് എടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ ഇതുപോലെ സ്പൂൺ കൊണ്ട് അതിൻ്റെ മേളിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നെയ്യപ്പം നന്നായിട്ട് പൊന്തി വരും. നെയ്യപ്പം എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നെയ്യപ്പത്തിൻ്റെ ഉൾഭാഗമൊന്നും നന്നായിട്ട് കുക്കായി കിട്ടുകയുമില്ല. പുറമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു സൈഡ് മൂത്തതിന് ശേഷമേ നെയ്യപ്പം തിരിച്ചിടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നെയ്യപ്പത്തിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടുകയില്ല. ഇപ്പോൾ നെയ്യപ്പത്തിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ കാണുന്ന പോലെ ചെറിയ ബ്രൗൺ കളറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തിരിച്ചിടാം. ഈ സ്റ്റവ് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നെയ്യപ്പം ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നവർ നന്നായിട്ട് വറുത്തെടുക്കണം. കുറച്ച് സമയമെടുത്ത് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ നെയ്യപ്പത്തിൻ്റെ ആവുഭാവമൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നെയ്യപ്പം കൂടുതൽ ഫ്രൈ ആയി പോകാനും പാടില്ല. കൂടുതൽ ഫ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായി പോകും. നമുക്ക് കടിച്ച് തിന്നാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ നെയ്യപ്പം പാകമായി വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം. ഈ റെസിപ്പി കറക്റ്റായി ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ടൈം ഈസി ആയിട്ടും നിങ്ങൾക്ക് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞിരിക്കുന്ന മെഷർമെൻറ്റിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 18-20 നെയ്യപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ നെയ്യപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ സൈഡൊക്കെ നല്ല ക്രിസ്പിയും അതുപോലെ നല്ല സോഫ്റ്റുമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്